നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലൊരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. കേന്ദ്ര സർക്കാരിനുള്ള ഒരു മിനി രത്ന കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ വർക്ക്മെൻമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 2026 ജനുവരി 12 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. സ്ഥിര നിയമനമാണ്. 132 ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് മെയിനായിട്ട് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 60% മാർക്ക് ഡിപ്ലോമയും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക. നമുക്കിതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മിനി രത്ന ഷെഡ്യൂളെ കമ്പനിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നുള്ളത്. അവിടേക്കാണ് ഈ വർക്ക്മെന്റെ സ്ഥിരം ഒഴിവുകളിലേക്കാണെന്ന് പ്രത്യേകം ഓർക്കുക. അതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിലേക്ക് ആദ്യം പറഞ്ഞിട്ട് വേക്കൻസികൾ ഡീറ്റെയിൽസ് നോക്കിയതിന് ശേഷം നമുക്ക് ക്വാളിഫിക്കേഷൻസ് നോക്കാം. സീനിയർ ഷിഫ്റ്റ് ട്രാൻസ്മാന്റെ 4 കാറ്റഗറി ഉണ്ട്. മെക്കാനിക്കൽ 20 ഒഴിവുകൾ, ഇലക്ട്രിക്കൽ 7 ഒഴിവ്, ഇലക്ട്രോണിക്സ് 1 ഒഴിവ്, ഇൻസ്ട്രുമെന്റേഷൻ 2 ഒഴിവാണുള്ളത്. അടുത്ത ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരുടെ മെക്കാനിക്കൽ 36, ഇലക്ട്രിക്കൽ 11, ഇലക്ട്രോണിക്സ് 3, സിവിൽ 1, ഇൻസ്ട്രുമെന്റേഷൻ 2 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. അതുകൂടാതെ ലബോറട്ടറി അസിസ്റ്റന്റ് മെക്കാനിക്കൽ 4, കെമിക്കൽ 2 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. അത് കഴിഞ്ഞ് സ്റ്റോർ കീപ്പർമാരുടെ 9 ഒഴിവുകളും അതേപോലെ അസിസ്റ്റന്റ്മാരുടെ 34 ഒഴിവുകൾ ഉൾപ്പെടെയാണ് ആകെ 132 ഒഴിവുകളുണ്ട് എന്ന കാര്യം മനസ്സിലായി. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻസ് നമുക്ക് ഓരോ പോസ്റ്റിന്റെയും നോക്കാം. ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് സീനിയർ ഷിഫ്റ്റ് ഡ്രാഫ്റ്റ്സ്മാൻ എന്നുള്ളതാണ്. അത് മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, അതേപോലെ ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്. അങ്ങനെ 4 കാറ്റഗറിയാണ്. ഇതിനുവേണ്ടി യോഗ്യത പറഞ്ഞിട്ടുള്ളത് അതാത് വിഷയങ്ങളിലുള്ള 60% മാർക്കോടെയുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് വേണ്ട യോഗ്യത. അതോടൊപ്പം 2 വർഷത്തെ പ്രവൃത്തി പരിചയം, അത് ഷിപ്പ് ഡ്രാഫ്റ്റ്സ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ ഷിപ്പ് യാർഡിലോ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കമ്പനിയിലോ ഒക്കെ ഉള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം ക്വാളിഫിക്കേഷൻസ് നേടിയതിനു ശേഷം ഉണ്ടായിരിക്കണം. അതായത് സീനിയർ ഷിഫ്റ്റ് പാർട്ട്ണർ മെക്കാനിക്കലിലേക്ക് മെക്കാനിക്കൽ ട്രേഡും, ഇലക്ട്രിക്കൽ കാറ്റഗറിയിലേക്ക് ഇലക്ട്രിക്കൽ ഡിപ്ലോമയും, ഇലക്ട്രോണിക്സിലേക്ക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അടുത്തത് സീനിയർ ഷിഫ്റ്റ് പാർട്ട്മാൻ ഇൻസ്ട്രുമെന്റേഷൻ പോസ്റ്റിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഉള്ള ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി വരികയാണ് വേണ്ടി യോഗ്യത. ഇനിയും അടുത്ത കാറ്റഗറി എന്നുള്ളത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നുള്ളതാണ്. പല കാറ്റഗറി ഉണ്ട്. മെക്കാനിക്കൽ പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ 60% മാർക്കോടെ പാസ്സായതിനു ശേഷം 4 വർഷത്തെ പ്രതിപരിചയം ഷിപ്പ് യാർഡിലോ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കമ്പനിയിലോ ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട മേഖലയിൽ. അതുപോലെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും 4 വർഷത്തെ പ്രതിപരിചയമാണ് വേണ്ടത്. 60% മാർക്കോടെ ഉണ്ടായിരിക്കണം. ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് പോസ്റ്റിലേക്ക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയും 4 വർഷത്തെ പ്രതിപരിചയമാണ് വേണ്ട യോഗ്യത. സിവിൽ പോസ്റ്റിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയും 4 വർഷത്തെ പ്രതിപരിചയം. ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിലേക്ക് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയും 4 വർഷത്തെ പ്രതിപരിചയമാണ് വേണ്ട യോഗ്യത. അടുത്ത ലബോറട്ടറി അസിസ്റ്റന്റ് പോസ്റ്റാണ് 2 ഉണ്ട്. മെക്കാനിക്കൽ കാറ്റഗറിയിലേക്ക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 3 വർഷത്തെ, മെക്കാനിക്കൽ കഴിഞ്ഞതിന് ശേഷം 4 വർഷത്തെ പ്രതിപരിചയം അതിന് ടെസ്റ്റിംഗ് ലാബോറട്ടറിയിലോ ക്വാളിറ്റി കൺട്രോൾ ആക്ടിവിറ്റീസിലോ ഉണ്ടായിരിക്കണം. അത് ഷിപ്പ് യാർഡിലോ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കമ്പനിയോ ആയിരിക്കണം. അതേപോലെ കെമിക്കൽ പോസ്റ്റിലേക്ക് വേണ്ടി യോഗ്യത പറഞ്ഞിട്ടുള്ളത് BSc കെമിസ്ട്രിയാണ്. 60% മാർക്കോടെ BSc ബിരുദവും 4 വർഷത്തെ പ്രതിപരിചയമാണ് വേണ്ട യോഗ്യത പറഞ്ഞിട്ടുള്ളത്. അടുത്ത സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് മെറ്റീരിയൽസ് അതുപോലെ ഏതെങ്കിലും വിഷയ ബിരുദവും മെറ്റീരിയൽസ് മാനേജ്മെന്റിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ മെക്കാനിക്കലിലോ ഇലക്ട്രിക്കലിലോ ഉള്ള ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അതോടെ 4 വർഷം പ്രതിപരിചയം ഇവിടെയും വേണം. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ആണ്. അതിലേക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ആർട്സ് BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BCA ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. BBA ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതോടൊപ്പം 4 വർഷത്തെ പ്രതിപരിചയം ഡിഗ്രി നേടിയതിനു ശേഷം ഏതെങ്കിലും ഷിപ്പ് യാർഡിലോ എഞ്ചിനീയറിംഗ് കമ്പനിയിലോ ഉണ്ടായിരിക്കണം. അത്രയാണ് ക്വാളിഫിക്കേഷൻസ് ഉള്ളത്. ഇനി നമുക്ക് അപേക്ഷിക്കേണ്ട ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2025 ഡിസംബർ 26 മുതൽ 2026 ജനുവരി 12 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ലാസ്റ്റ് ഡേറ്റ് 12 ജനുവരി 2026 ആണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഇതിലേക്ക് ആദ്യം പറഞ്ഞ 1 മുതൽ സ്റ്റോർ കീപ്പർ വരെയുള്ള എല്ലാ പോസ്റ്റിലേക്കുള്ള ശമ്പളം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 22,500 മുതൽ 73,750 എന്ന സ്കെയിലേക്ക് ശമ്പളം ലഭിക്കുക. എന്നാൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് മാത്രം ശമ്പള സ്കെയിൽ ഡിഫറൻസ് ഉണ്ട്. 23,500 മുതൽ 77,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ആയിട്ട് 41,055 രൂപ ആദ്യം പറഞ്ഞ 12 പോസ്റ്റുകൾക്കും. അസിസ്റ്റന്റ് പോസ്റ്റ് മാത്രം 42,773 രൂപയായിരിക്കും തുടക്ക ശമ്പളം ലഭിക്കുക. ഇപ്പോഴത്തെ റേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം മറ്റ് പെൻഷൻ സ്കീമും മറ്റ് കോൺട്രിബ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി അങ്ങനെയുള്ള മറ്റ് ഇൻഷുറൻസ് കവറേജുകളൊക്കെ ലഭിക്കും. അതുകൂടെ അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക.
ഒന്നുകിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലോ അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് മറ്റ് യൂണിറ്റുകളിലോ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റുകളിലായിരിക്കും നിയമനം എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. പ്രായപരിധി മാക്സിമം 35 വയസ്സിലുള്ളവർക്കിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അത് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്ലോസിംഗ് ഡേറ്റ് ആയ 12 ജനുവരി 2026 അടിസ്ഥാനമാക്കിയാണ്. അതോടൊപ്പം SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രീമിയിലാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിലെ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി അടുത്തത് സെലക്ഷൻ പ്രോസസ് പറയുകയാണെങ്കിൽ സീനിയർ ഷിപ്പ് ട്രാൻസ്മാൻ പോസ്റ്റിലേക്കുള്ള 2 ഫേസ് ഉണ്ട്. ഫേസ് 1 ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയിരിക്കും, 70 മാർക്കിന്റെ ടെസ്റ്റ്, 75 മിനിറ്റ് ഉള്ളതാണ്. ഫേസ് 2 പ്രാക്ടിക്കൽ ടെസ്റ്റ്, CAD ഉപയോഗിച്ചുള്ള 30 മാർക്കിന്റെ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരിക്കും. അങ്ങനെ 100 മാർക്ക് ആയിരിക്കും അതിനുണ്ടായിരിക്കുക. അടുത്തത് മറ്റേ കാറ്റഗറിയിലേക്കുള്ള പോസ്റ്റുകളിലേക്കൊക്കെ ഒബ്ജക്റ്റീവ് ഓൺലൈൻ ടെസ്റ്റ് 70 മാർക്കിന്റെയും അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 30 മാർക്കിന്റെ, അങ്ങനെ 100 മാർക്കിന്റെ ടെസ്റ്റ് ആയിരിക്കും. അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് സെലക്ഷൻ ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. റിസർവേഷനൊക്കെ ആനുകൂല്യങ്ങൾ ലഭിച്ചായിരിക്കും നമുക്ക് ഫൈനലൈസ് ചെയ്യുക റിസൾട്ട്. അതേപോലെ MSc BTech പോലെയുള്ള ഉയർന്ന ബിരുദമുള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് ഡിഗ്രി നേടിയതിന് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് നേടിയതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിലൊക്കെ 700 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ് അവർക്ക് ഫീസ് ഇല്ല. ബാക്കി എല്ലാവർക്കും ഫീസ് ഉണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക. അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസ് ഇല്ല. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന കാര്യം നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് ആയ www.cochinshipyard.in എന്ന സൈറ്റിന്റെ കരിയർ പേജ് നിങ്ങൾ പോവുക. അതിൽ പോയതിനു ശേഷം നമ്മൾ ആദ്യം രജിസ്ട്രേഷൻ ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ബേസിക് ഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷനും പേയ്മെന്റ് ഫീസും എല്ലാം കൂടിയാണ്. അങ്ങനെയാണ് ഇതിന്റെ വരിക. അതുപോലെ മാത്രമല്ല ഈ വിവിധ പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻ ഒക്കെ സൈമൾട്ടേനിയസ് ഒരേ സമയത്തായിരിക്കും നടത്തുക. അത് കാരണം ഒരാൾക്ക് ഒരു പോസ്റ്റിൽ കൂടുതൽ അപേക്ഷിക്കാൻ പറ്റില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് www.cochinshipyard.in എന്ന സൈറ്റ് വഴി 26 ഡിസംബർ മുതൽ 12 ജനുവരി 2026 വരെ അപേക്ഷിക്കാൻ പറ്റും. അതുപോലെ അപേക്ഷിച്ചതിന് ശേഷം എൻ്റെ ഒരു പ്രിന്റ് ഔട്ട് കൂടി എടുത്ത് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും തന്നെ വീഡിയോ പൂർണ്ണമായും കണ്ട് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥിര നിയമനമാണ്, കേരളത്തിലുള്ള നിയമനമാണ്. മെയിനായിട്ട് കേരളത്തിലായിരിക്കും. താല്പര്യമുള്ളവരൊപ്പം ഈ അവസരം പരമാവധി വിനപ്പെടുത്തുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു.